Very good morning, students. Today we are going to discuss about characteristics of tourism. ഇപ്പോൾ നിങ്ങൾ വരുന്നത് ചിലപ്പം കൊമേഴ്സ് ഫീൽഡിൽ നിന്നായിരിക്കാം, അതുമല്ലെങ്കിൽ BSW ആയിരിക്കാം, അതുമല്ലെങ്കിൽ സൈക്കോളജി ആയിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സുകളായിരിക്കാം. സോ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ പറയുമ്പോഴൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ച് പോരുന്ന ഒരു ടേമാണ് എന്ത് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. ഓരോ ഇൻഡസ്ട്രിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സുകളുണ്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന ടൂറിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സുകളെ കുറിച്ചാണ്. വലിയ രീതിയിൽ വലിച്ചു നീട്ടി മണിക്കൂറുകളോളം പറയാനുള്ളൊരു ഏരിയ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ പറയുന്ന എല്ലാ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ട് വലിച്ചു നീട്ടി പറയുന്നില്ല. എന്താണോ കണ്ടൻറ്റ് അത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടൂറിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ത്, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണെന്ത്, ടൂറിസം എന്ന് പറയുന്നത് ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഒരുപാട് സർവീസ് ഇൻഡസ്ട്രികൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും അതിനെയൊക്കെ ഏറ്റവും ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടൂറിസം എന്ന് ചെയ്യാം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള, അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സർവീസ് ഇൻഡസ്ട്രിയാണത് ടൂറിസം എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ടൂറിസത്തിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സുകളും എന്ത് ചെയ്യാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻടാഞ്ചിബിലിറ്റി എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ്. ടൂറിസത്തെ നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറയുന്നത്, ഈ ഒരു പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ടൂറിസം പ്രൊഡക്റ്റ് ആർ ഇൻടാഞ്ചിബിൾ എന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഒരു സർവീസസിനെയോ, അതും അല്ലെങ്കിൽ മൂന്നാറിൻ്റെ ക്ലൈമറ്റിനെയോ, അതും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡ് തരുന്ന ഇൻഫർമേഷൻസിനെയോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ടച്ച് ചെയ്യാനോ ഏതെങ്കിലും ഒരു സ്പെസിഫിക്കലായിട്ടൊരു അളവുകോൽ വെച്ച് അളന്നെടുക്കാനൊന്നും പറ്റില്ല. ബട്ട് നമുക്ക് എന്ത് പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു പോയിന്റിനെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറയുന്ന പോയിൻ്റാണ് സത്യത്തിൽ എന്ത് പറയുന്നത്, ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത്. ടൂറിസം പ്രൊഡക്റ്റ് ആർ ഇൻടാഞ്ചിബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തൊട്ട് നോക്കാൻ വേണ്ടിയിട്ടൊന്നും എന്ത് ചെയ്യില്ല, പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്കൊരു സ്മെല്ല് എന്ന് പറയുന്ന ഒരു ഫുഡിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് അപ്പറ്റൈസ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ തോന്നുന്ന ഒരു സ്മെല്ലിനെ നമുക്ക് പോയിട്ട് തൊട്ട് നോക്കാൻ പറ്റും. ആ ഒരു സ്മെല്ല് എത്രത്തോളം ഉണ്ടെന്ന് അളന്ന് നോക്കാൻ പറ്റും, ഇല്ല. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്മെല്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തൊട്ട് നോക്കാൻ വേണ്ടി പറ്റില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പെരിഷബിലിറ്റിയാണ്. ടൂറിസം സർവീസസ് ആർ പെരിഷബിൾ, കനോട്ട് ബി സ്റ്റോർ. സർവീസസിനെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തു വയ്ക്കാൻ വേണ്ടി പറ്റില്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് 13-ാം തീയതിയാണ്. 13-ാം തീയതി ഒരു 25 റൂം ബാലൻസ് വന്നു. ടോട്ടലുള്ളത് 100 റൂംസാണ്. 75 റൂംസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഒക്യുപ്പൈഡ് ആണ്. ബാക്കി 25 റൂംസ് എന്താണ്, ബാലൻസ് ആണ്. ഈ 25 റൂംസ് നമുക്ക് എടുത്തു വെക്കാൻ വേണ്ടി പറ്റുമോ, ഇന്ന് ഉപയോഗിച്ചിട്ടില്ല, നാളെ അത് എന്ത് ചെയ്യുക, ഉപയോഗിക്കാമെന്ന് പറയാൻ വേണ്ടി പറ്റുമോ, ഇല്ല. അത് ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് തന്നെ നമുക്ക് ഈ പറയുന്ന ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി പറ്റും. 13-ാം തീയതി ഫ്ലൈറ്റിൽ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള ഫ്ലൈറ്റിൽ 10 സീറ്റുകൾ അവൈലബിൾ ആണ്. സോ അന്ന് ആ ഒരു ദിവസം അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ 14-ാം തീയതി അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ, ഇല്ല. ഏത് ദിവസമാണോ അവൈലബിൾ ആ ദിവസം തന്നെ എന്ത് ചെയ്യണം, അതിനെ ഉപയോഗിച്ച് തീർക്കണം. പെരിഷബിൾ ആണ്, കനോട്ട് ബി സ്റ്റോർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എടുത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ടൂറിസം ഇൻഡസ്ട്രിയുടെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പെരിഷബിലിറ്റി എന്ന് പറയും, കനോട്ട് ബി സ്റ്റോർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് എടുത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏത് ദിവസമാണുള്ളത് ആ പെർട്ടിക്കുലർ ഡേയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേരിയബിലിറ്റി. ഞാൻ തുടക്കത്തിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൂറിസം എന്ന് പറയുന്നത്, ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വേരിയബിളാണ്, അതേസമയം തന്നെ സർവീസ് ഓറിയൻറ്റഡ് ഇൻഡസ്ട്രിയാണ്. സോ നമുക്ക് കിട്ടുന്ന സർവീസുകളിൽ എന്തുണ്ട്, കൃത്യമായിട്ടുള്ളൊരു വേരിയബിലിറ്റി അവിടെ കാണാൻ വേണ്ടി പറ്റും, ടൂറിസത്തിൽ കാണാൻ വേണ്ടി പറ്റും. ദ എക്സ്റ്റെൻസീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ ടൂറിസം സർവീസ് ഇൻട്രൊഡ്യൂസ് എ ഡിഗ്രി ഓഫ് വേരിയബിലിറ്റി ഇൻ ദ ഔട്ട്കം. നോക്കൂ, ഒരേ ആൾ തന്നെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരേ ആൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അയാൾ ഒരു ദിവസം എന്തായിരിക്കും, അയാളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതിന് ശേഷമാണ് അദ്ദേഹം ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂഡ് ഓക്കെ ആയിരിക്കും, ഇല്ല.
സ്വാഭാവികമായിട്ടും അയാൾ കൊടുക്കുന്ന സർവീസസിൽ എന്തുണ്ടായിരിക്കും, ഒരു മാറ്റം ഉണ്ടായിരിക്കും. അതേ മനുഷ്യൻ തന്നെ രണ്ടാമത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് വരുന്നു, രാവിലെയൊക്കെ വളരെ വലിയ രീതിയിൽ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നു. ചിലപ്പോൾ ഈവനിങ് ആകുമ്പോൾ എന്തായിരിക്കും, അയാളൊന്ന് ഡള്ളായിട്ടുണ്ടായിരിക്കും. സോ സ്വാഭാവികമായിട്ടും അയാളുടെ സർവീസ് എന്തായിരിക്കും, ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ ഈ പറഞ്ഞ രീതിയിൽ എന്താണ്, ടൂറിസം എന്ന് പറയുന്നത് എന്താണ്, ഓരോ പേഴ്സണിൽ നിന്നും കിട്ടുന്ന സർവീസുകളാണ്. സർവീസസ് എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുന്നില്ല, നമ്മളൊരു സ്റ്റാൻഡേർഡ് ഒന്നും ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. സോ നമുക്ക് ഇപ്പോൾ 5 സ്റ്റാറിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നുള്ള രീതിയിൽ എന്ത് കിട്ടും, നമുക്ക് എല്ലാം കിട്ടും. 5 സ്റ്റാർ ഹോട്ടൽസുകളിലൊക്കെ തന്നെ എന്തായിരിക്കും, കോമൺ ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ സിമിലർ ആയിരിക്കും. ബട്ട് അവിടുന്ന് കിട്ടുന്ന സർവീസസ് എന്തായിരിക്കും, ഡിപ്പെൻസ് ആയിരിക്കും. ഫെസിലിറ്റീസ് സെയിം ആയിരിക്കും, സർവീസസ് ഡിഫറെൻ്റ് ആയിരിക്കും. മേ ബി നിങ്ങൾ മാരിയോട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ സ്റ്റാഫിൽ നിന്ന് കിട്ടുന്ന പെരുമാറ്റം എന്തായിരിക്കും, ഒരു രീതിയിലായിരിക്കും. അതും അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ലേ മെറീഡിയനിൽ പോകുന്ന സമയത്ത് എന്തായിരിക്കും, വേറൊരു രീതിയിലായിരിക്കും. ക്രൗൺ പ്ലാസയിൽ എന്തായിരിക്കും, വേറൊരു രീതിയിലായിരിക്കും. കുറച്ചും കൂടെ നിങ്ങൾക്ക് വളരെ എന്താ പറയുക, കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ടെക്സ്റ്റൈൽസിൽ പോവുക. ചില ടെക്സ്റ്റൈൽസിൽ പോകുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സുകളെല്ലാം നോക്കുന്ന സമയത്ത് അവരിഷ്ടം പോലെ എന്ത് ചെയ്യും, വാരി വലിച്ചിട്ട് തരും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുത്തോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. ചിലരെന്തായിരിക്കും, വേണമെങ്കിൽ എടുത്തോ, ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തു തരാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്തോ, ഇല്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കുമെന്നായിരിക്കും. സോ ഇതെന്താണ്, സർവീസിൻ്റെ എന്താണ് മാറ്റങ്ങളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ടൂറിസം ഇൻഡസ്ട്രിയിലെ സർവീസസ് എന്താണ്, വേരിയബിളാണ്. ഒരേ ട്രാവൽ ഏജൻറ്റിൻ്റെ കീഴിൽ 2 പേര് 2 മാസത്തിലായിട്ട് ട്രാവൽ ചെയ്യുകയാണ്. ഒരാൾ ജനുവരിയിൽ ട്രാവൽ ചെയ്യുന്നു, ഒരാൾ ഫെബ്രുവരിയിൽ ട്രാവൽ ചെയ്യുന്നു. ജനുവരി പോയ ആൾക്ക് ചിലപ്പോൾ എന്തായിരിക്കും, നല്ല സർവീസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഫെബ്രുവരി പോകുന്ന ആൾക്ക് വളരെ മോശം സർവീസ് ആയിരിക്കും. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂറിസം ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന സർവീസസ് എന്താണ്, വേരിയബിളാണ്, മാറ്റങ്ങൾക്ക് വിധേയമാണ്. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻസെപ്പറബിലിറ്റി. The tourism service customer is inseparable from the service delivery because he involved in it from requesting it up to consuming the rendered benefits. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻസെപ്പറബിലിറ്റി എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഹോട്ടലിൻ്റെ കൂടെ ഫ്രണ്ട് ഓഫീസ് സർവീസ് നമുക്ക് വേണമെങ്കിൽ പറയാം. അതും അല്ലെങ്കിൽ എന്താണ്, ട്രാവൽ ഏജൻറ്റിൻ്റെ കൂടെ അയാളുടെ എന്താണ്, ഗൈഡ്ഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ടൂർ ഓപ്പറേറ്ററുടെ കൂടെ ഒരു ഗൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം. ഇതൊക്കെ എന്താണ്, എന്തെങ്കിലുമൊക്കെയുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. ടൂറിസം സർവീസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് പ്രൊവൈഡറിൽ നിന്ന് അത് ഇൻഡിവിജ്വലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ട്രാവൽ ഏജൻസി എന്ത് ചെയ്യുന്നു, ടിക്കറ്റിംഗ് എന്ന് പറയുന്ന സർവീസ് തരുന്നു. ടൂർ ഓപ്പറേഷൻ എന്ത് തരുന്നു, ടൂർ ഗൈഡ് എന്ന് പറയുന്ന സർവീസ് തരുന്നു. എയർലൈൻ എന്ത് തരുന്നു, എയർലൈൻ ടിക്കറ്റ്സുകൾ എന്ന് പറയുന്ന ഒരു സർവീസ് തരുന്നു. അല്ലെങ്കിൽ എയർലൈനിൻ്റെ അകത്തുള്ള ഈ പറയുന്ന എന്താ പറയുക, ബീവറേജസ് ആയിക്കോട്ടെ, അതും അല്ലെങ്കിൽ സ്നാക്സുകളായിക്കോട്ടെ, അതും അല്ലെങ്കിൽ ഡെസേർട്ടുകളായിക്കോട്ടെ, ഈ സർവീസ് എല്ലാം തരുന്നു. സോ നമ്മുടെ സർവീസ് പ്രൊവൈഡറിൽ നിന്ന് ഈ സർവീസ് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അത്തരം ഒരു ഇൻഡസ്ട്രിയാണ് എന്ത്, ടൂറിസം എന്ന് പറയുന്നത്. സോ 4ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസെപ്പറബിലിറ്റി എന്നുള്ളതാണ്. 5ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സീസണാലിറ്റി. നിങ്ങൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും സീസണാലിറ്റി എന്ന് പറയുന്നത്. ടൂറിസം ഇൻഡസ്ട്രിയിൽ 2 സീസണുകളാണുള്ളത്. ഒന്ന് പീക്ക് സീസൺ, രണ്ടാമത്തത് ഓഫ് സീസൺ. ഇനി ഇതല്ലാതെ ഒരു സീസണും കൂടി ഉണ്ട്, നമ്മൾ ടെക്നിക്കലി ഉപയോഗിക്കുന്ന സീസണാണ്. പൊതുവേ നമ്മളങ്ങനെ കോമൺ ആയിട്ട് എക്സാമിനൊന്നും എഴുതി വയ്ക്കാറില്ല, എന്നാലും നിങ്ങളുടെ ഒരു അറിവിലേക്ക് എന്ത് ചെയ്യും, അതിനെ കൊണ്ടുവരും. സോ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഈ ക്രിസ്മസ് വെക്കേഷൻ അതോടൊപ്പം തന്നെ ന്യൂ ഇയർ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇൻ്റർനാഷണൽ ലെവലിൽ ഏകദേശം എല്ലാ സ്ഥലത്തും ലീവ് കിട്ടുന്ന അല്ലെങ്കിൽ ഹോളിഡേയ്സ് കിട്ടുന്ന ഒരു ഏരിയയാണ്. സോ ഈ ഒരു സീസണെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ പീക്ക് സീസൺ എന്ന് പറയാറ്. അതായത് ലോകത്തിൽ അധികം ആളുകൾ ട്രാവൽ ചെയ്യുന്ന ഒരു സീസണാണ് ഹൈ പീക്ക് സീസൺ എന്ന് പറയുന്നത്. സോ ടൂറിസം എന്ന് പറയുന്നത് എന്താണ്, സീസണൽ ബേസ്ഡ് ആണ്. പീക്ക് സീസൺ ഉണ്ട്, ഓഫ് സീസൺ ഉണ്ട്. 2 സീസണിൽ എന്തുണ്ട്, അതിൻ്റെ ഡിമാൻഡ് എന്തുണ്ടായിരിക്കും, മാറിക്കൊണ്ടിരിക്കും. സോ പീക്ക് സീസൺ എന്ന് പറയുന്നത് ആ ഒരു ഡെസ്റ്റിനേഷൻ അതിൻ്റെ ഏറ്റവും ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന അവസ്ഥയാണ് പീക്ക് സീസൺ എന്ന് പറയുന്നത്. ഇപ്പോൾ കുളു മണാലിയിലേക്ക് ആരെങ്കിലും ഈ പറയുന്ന ജൂൺ ജൂലൈയിൽ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോകുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അവിടെ നമുക്ക് സ്നോ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോൾ പോകണം, ഈ പറയുന്ന നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി പകുതി വരെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഒരു കുളു മണാലിയിലെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. സോ അതെന്താണ്, പീക്ക് സീസണാണ്. ബാക്കി സമയമൊക്കെ എന്താണ്, ഓഫ് സീസണാണ്. സോ ഇത്തരത്തിലുള്ള സീസൺ ബേസ്ഡ് ആണ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സീസണിനനുസരിച്ച് എന്ത് ചെയ്യും, ഡിമാൻഡിൽ എന്ത് ചെയ്യും, വേരിയബിലിറ്റി വരും.
നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൻഡസ്ട്രി. ടൂറിസം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ തന്നെയും ഒരുപാട് ഇൻഡസ്ട്രികളുടെ ഒരു കോമ്പിനേഷനാണ് എന്ത് ടൂറിസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്, അത് ടൂറിസമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒന്നാണ്. അക്കോമഡേഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്, അത് ടൂറിസമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒന്നാണ്. അതും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്, കഫ്റ്റീരിയാസ്, കോഫി ഷോപ്പുകൾ, ഇതെല്ലാം തന്നെ എന്താണ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇതെല്ലാം ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രികൾ, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി പോലെയുള്ള ഇൻഡസ്ട്രികളെല്ലാം തന്നെ എന്താണ് ടൂറിസമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. സോ ഇതിൽ നിന്നെല്ലാം തന്നെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ടൂറിസത്തെ എടുത്ത് പറയാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് ഇൻഡസ്ട്രികളുടെ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഇൻ്റർ ഡിപ്പെൻഡൻസി ഓഫ് ദ ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയാം. മറ്റുള്ള ഇൻഡസ്ട്രിയുമായിട്ട് സഹകരിച്ചു അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ടൂറിസം ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നത് നിലനിൽക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അക്കോമഡേഷൻ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഉണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് നമ്മളൊരു ടൂറിസത്തെ എന്ത് ചെയ്യാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒന്നുകിൽ എന്താണ് ഇതെല്ലാം കൂടിച്ചേർന്ന് അല്ലെങ്കിൽ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്ത് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. 7th പോയിന്റ് എന്ന് പറയുന്നത് പ്രൈസിങ് കോമ്പറ്റീഷൻസ് ആണ്. നേരത്തെ നമ്മൾ സീസണാലിറ്റി പറഞ്ഞതിന് സിമിലർ ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇവിടെ വരുന്നത്. പ്രൈസിങ് കോമ്പറ്റീഷൻസ് എന്ന് പറയുമ്പോൾ പീക്ക് സീസണിൽ എന്തായിരിക്കും റേറ്റ് ഹൈ ആയിരിക്കും, ഓഫ് സീസണിൽ എന്തായിരിക്കും റേറ്റ് ലോ ആയിരിക്കും. ഈ പറയുന്ന ഹോട്ടൽ ബുക്കിങ്ങിൽ, അതും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ, അതും അല്ലെങ്കിൽ നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വരെ വളരെ വലിയ മാറ്റങ്ങൾ എന്തുണ്ടാക്കുന്നുണ്ട്, ഈ പറയുന്ന സീസണൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈസിങ്ങുകളിൽ മാറ്റം വരുത്തുന്നുണ്ട്. പെട്ടെന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഇപ്പോൾ ഈ പറയുകയാണെങ്കിൽ ആലപ്പുഴ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. സോ നിങ്ങൾ വീക്കെൻഡിലൊക്കെ പോകുമ്പോൾ അവിടെ എന്താണ് ആലപ്പുഴയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സീസണൊന്നും നമുക്ക് പറയാനില്ല. ഈ പറയുന്ന 365 ഡേയ്സിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് എന്ത് ആലപ്പുഴയിലെ ഹൗസ് ബോട്ടുകൾ എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾ വീക്കെൻഡിലാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും പ്രൈസ് എന്തായിരിക്കും ഇൻക്രീസ്ഡ് ആയിരിക്കും. കാര്യം അവരുടെ പീക്ക് ടൈം എന്ന് പറയുന്നത് എന്താണ് ഈ വീക്കെൻഡ്സുകളാണ്. അതും അല്ലെങ്കിൽ ഹോളിഡേയ്സ്, ഇപ്പോൾ വരാൻ പോകുന്ന പൂജ ഹോളിഡേയ്സിന് പോലും നിങ്ങൾ ഒരു ഹൗസ് ബോട്ട് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും റേറ്റ് വളരെ ഹൈ ആയിരിക്കും അല്ലേ. ഇതിനെയാണ് നമ്മൾ പ്രൈസിങ് കോമ്പറ്റീഷൻസ് എന്ന് പറയുന്നത്. പീക്ക് സീസണിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സർവീസുകളുടെയും പ്രൈസ് എന്തായിരിക്കും വളരെ ഹൈ ആയിരിക്കും. ഓഫ് സീസണിൽ എന്തായിരിക്കും അതിന് നേരെ എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ പ്രൈസിങ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സീസണൽ ബേസ്ഡ് ആയിട്ടുള്ള ടൂറിസത്തിന് വരുന്ന ഡിമാൻഡുകളിൽ എന്ത് വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. പീക്ക് സീസണിൽ റേറ്റ് ഹൈ ആയിരിക്കും, ഓഫ് സീസണിൽ എന്തായിരിക്കും റേറ്റ് ലോ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് എലമെൻറ്റ്സ്. The tourism product cannot be provided by a single enterprise unlike a manufactured product. ഒരു മാനുഫാക്ചർ പ്രൊഡക്റ്റ് പോലെ നമുക്കൊരു സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രൊവൈഡറിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതിയല്ല ടൂറിസം എന്ന് പറയുന്നത്. എല്ലാ എലമെൻസുകളുമായിട്ട് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കണക്ഷൻസ് വെച്ച് പുലർത്തുന്ന. നേരത്തെ ഈ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതൊന്നും കൂടെ നമ്മൾ പറയുകയാണ്. ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയും. മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നൊരു ഏരിയയിൽ നമ്മളിത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മറ്റ് ഇൻഡസ്ട്രികളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കണക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് എലമെൻറ്റ്സ്, മറ്റ് ഇൻഡസ്ട്രികളുടെ എലമെൻസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. ദ ടൂറിസം പ്രോഡക്റ്റ് കവേഴ്സ് ദ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ഓഫ് എ വിസിറ്റ് എ പെർട്ടിക്കുലർ പ്ലേസ് ആൻഡ് മെനി പ്രൊവൈഡേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദിസ് എക്സ്പീരിയൻസ്. ഫോർ ഇൻസ്റ്റൻറ്റ് എയർലൈൻ കമ്പനീസ്, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്സ്, ട്രാവൽ ഏജൻസി എക്സെട്ര. സോ ഇത്തരത്തിലുള്ള ഒരുപാട് എലമെൻസുകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഡസ്ട്രികളായിരുന്നു, ഇവിടെ അതിന് തന്നെ മാറ്റിയിട്ട് അതിന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള സർവീസുകൾ കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ടൂറിസം ഇൻഡസ്ട്രി ഉണ്ടാകുന്നതാണെന്നുള്ളതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. ഇങ്ങനെ 8 പോയിന്റുകളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഞാൻ തുടക്കം മുതൽ ഒന്നും കൂടെ ബ്രീഫ് ചെയ്യാം. ടൂറിസം എന്ന് പറയുന്നത് ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നെല്ലാം മാറ്റി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ടൂറിസത്തിൻ്റെ സർവീസ് ഫാക്ടറാണ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിലിറ്റിയാണ്. ടൂറിസം എന്ന് പറയുന്നത് എന്താണ്? ടൂറിസം പ്രൊഡക്റ്റ് ആർ ഇൻടാഞ്ചിബിൾ, കനോട്ട് ബി ടച്ച് ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടൂറിസത്തെ പോയി ഡയറക്റ്റ്ലി കൈകൊണ്ട് തൊടാൻ വേണ്ടി പറ്റില്ല, ബട്ട് എന്ത് ചെയ്യാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ് എന്ത് ടൂറിസം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പെരിഷബിലിറ്റിയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. ടൂറിസത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ കുളു മണാലിയിൽ ഇന്നത്തെ ദിവസം നന്നായി മഞ്ഞ് പെയ്തു എന്ന് വിചാരിക്കുക. നമുക്കൊരു ടൂറിസ്റ്റ് ഗസ്റ്റ് വരുന്നത് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഇന്ന് നന്നായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ട്, കുറച്ച് എടുത്ത് വെക്കാമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അത് ആ ഒരു ദിവസം ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ടൂറിസം സർവീസസ് ആർ പെരിഷബിൾ, കനോട്ട് ബി സ്റ്റോർ. സർവീസസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക്
എടുത്തു വെക്കാൻ വേണ്ടി പറ്റില്ല. അതെന്താണ്, ആ ഒരു പെർട്ടിക്കുലർ ദിവസത്തിൽ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിനാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത് ഹോട്ടലിലെ റൂം, അതുമല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലൈറ്റിലെ ഒരു എന്താ പറയുക സീറ്റ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആ പെർട്ടിക്കുലർ ദിവസത്തിൽ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. എന്നിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിനെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്കിതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ദിവസത്തേക്ക് മറ്റൊരു സമയത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തു വെക്കാൻ വേണ്ടി പറ്റില്ല. മൂന്നാമത്തേത് വേരിയബിലിറ്റി. ടൂറിസം എന്ന് പറയുന്നത് സർവീസ് ഇൻഡസ്ട്രിയാണ്. സോ സർവീസസ് എന്താണ്, വേരിയബിളാണ്. ഓരോ വ്യക്തിക്കനുസരിച്ച് അയാളുടെ ഇന്നറായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ കൊടുക്കുന്ന സർവീസസ് എന്താണ്, വേരിയബിളാണ്. നമുക്ക് ഒരിക്കലും ഒരു എയർ ഹോസ്റ്റസ് മോർണിംഗ് തരുന്ന സർവീസ് തന്നെ നമുക്ക് ഈവനിങ് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പം ഈവനിങ് കിട്ടുന്ന സർവീസ് ആയിരിക്കും ബെസ്റ്റ്, ചിലപ്പോൾ മോർണിംഗ് കിട്ടുന്ന സർവീസ് ആയിരിക്കും ബെസ്റ്റ്. ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരതയോടുകൂടി കൊണ്ടുപോകാൻ എന്തില്ല, നമുക്ക് കഴിയില്ല ടൂറിസവുമായി ബന്ധപ്പെട്ട്. കാരണം ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ്. സോ സർവീസസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള വേരിയബിലിറ്റീസ് സംഭവിക്കുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് ഇൻസെപ്പറബിലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ടൂറിസത്തെ മറ്റ് ഇൻഡസ്ട്രികളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇൻസെപ്പറബിലിറ്റി എന്നുള്ള എന്താ പറയുക പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഏതെങ്കിലും ഒരു എന്താ പറയുക ടൂറിസം സർവീസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് പ്രൊവൈഡർ. ഏതെങ്കിലും ഒന്നുമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു സർവീസ് ടൂറിസം സർവീസസ് കണക്ട് ചെയ്യുന്നത്. അതിന് ഉദാഹരണമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏതായിരുന്നു, ഒരു ഹോട്ടലിലെ ഫ്രണ്ട് ഓഫീസ് ഉണ്ടാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിൻ്റെ അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റിൻ്റെ സർവീസ് എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. അതും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രാവൽ ഏജൻസി ഉണ്ടാകുമ്പോഴാണ് ട്രാവൽ ഏജൻസിയിൽ നിന്ന് എന്ത് കിട്ടുന്നത്, ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റിൻ്റെയോ സർവീസ് നമുക്ക് കിട്ടുന്നത്. ഒരു ടൂർ ഓപ്പറേഷൻ കമ്പനി ഉണ്ടാകുമ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ടൂർ ഓപ്പറേഷൻ സർവീസസ് നമുക്ക് കിട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഗൈഡിൻ്റെ സർവീസ് നമുക്ക് കിട്ടുന്നത്. സോ പ്രൊവൈഡറിൽ നിന്ന് ഈ സർവീസസ് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുത്തു മാറ്റാൻ പറ്റില്ല, ഇൻസെപ്പറബിൾ ആണ്. അതായത് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ കണക്റ്റഡ് ആണെന്ത്, ടൂറിസം സർവീസസ് അതിൻ്റെ പ്രൊവൈഡറുമായിട്ട്. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് സീസണാലിറ്റിയാണ്. ടൂറിസത്തിൽ 2 സീസൺസ് ആണുള്ളതെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ നമ്മളൊരു സീസണും കൂടെ പറഞ്ഞു. അത് നോർമലി എഴുതി വെക്കാറില്ല എക്സാമിനൊന്നും. നിങ്ങൾ എഴുതി വെച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ ടെക്നിക്കലി ഉപയോഗിക്കുന്ന ടേമാണ് ഹൈ പീക്ക് സീസൺ. അതായത് ട്രാവൽ ഏജൻസികൾക്ക് ഇടയിൽ ഉപയോഗിക്കുന്ന ടേമാണ് എന്ത്, ഹൈ പീക്ക് സീസൺ എന്ന് പറയുന്നത്. സോ സീസണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ടൂറിസത്തിന് 2 സീസണുകളാണുള്ളത്. ഒന്ന് പീക്ക് സീസണും രണ്ടാമത് ഓഫ് സീസൺ. പീക്ക് സീസണിൽ എന്തായിരിക്കും, ഡിമാൻഡ് ഹൈ ആയിരിക്കും. ഓഫ് സീസണിൽ എന്തായിരിക്കും, ഡിമാൻഡ് കുറവായിരിക്കും. അതായത് ഒരു ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ എന്താ പറയുന്നത്, പീക്ക് സീസൺ എന്ന് പറയുന്നത്. ഓഫ് സീസൺ എന്ന് പറയുന്നത് ആ ഡെസ്റ്റിനേഷൻ ഡള്ളായിട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഓഫ് സീസൺ എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ട് ഡെസ്റ്റിനേഷനെയോ ഏതെങ്കിലും ഒരു എന്താ പറയുക രാജ്യത്തെയോ ഒന്നുമല്ല, എൻ്റെ വേൾഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സംഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുളു മണാലിയുടെ സീസൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഏറിപ്പോയ മാർച്ച് പകുതി എന്നൊക്കെ നമ്മൾ പറയും. അതിൻ്റെ അപ്പുറത്തേക്കും നമ്മൾ സീസണായിട്ട് എന്ത് ചെയ്യാറില്ല, പറയാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും വലിയ രീതിയിലുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സമയമാണെന്ത്, ഈ പറഞ്ഞ മാസങ്ങളൊക്കെ. സോ സീസണൽ ബേസ്ഡ് ആണെന്ത്, ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഹൈ പീക്ക് സീസൺ പറഞ്ഞത് ക്രിസ്മസ് വെക്കേഷനും ന്യൂ ഇയറും കൂടെ കൂട്ടിക്കിടക്കുന്ന ആ സമയത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ പീക്ക് സീസൺ എന്ന് പറയുന്നത്. അത് നോർമലി ട്രാവൽ ഏജൻസികൾക്ക് ഇടയിൽ ഉപയോഗിക്കുന്ന, ടൂർ കോർപ്പറേഷൻ കമ്പനികൾക്ക് ഇടയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേമാണെന്ത്, ഹൈ പീക്ക് സീസൺ എന്ന് പറയുന്നത്. ആറാമത്തത് മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൻഡസ്ട്രി. ടൂറിസം എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഇൻഡസ്ട്രികളുടെ സർവീസസ് കൂടി ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ടൂറിസം എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറുന്നത്. ഒന്നെങ്കിൽ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഇൻ്റർ ഡിപ്പെൻഡൻസി ഓഫ് ടൂറിസം ഇൻഡസ്ട്രി. മറ്റുള്ള ഇൻഡസ്ട്രികളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ ഡിപ്പെൻഡബിൾ ആണ് ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് അക്കോമഡേഷൻ സെക്ടർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബീവറേജ് സെക്ടർ ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആയിരിക്കാം, ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കാം. അങ്ങനെ മറ്റുള്ള ഇൻഡസ്ട്രികളുമായിട്ട് ഒന്നുകിൽ ഡിപ്പെൻഡബിൾ ആണ്, അതല്ലെങ്കിൽ കണക്റ്റഡ് ആണ് ടൂറിസം എന്ന് പറയുന്ന ഇൻഡസ്ട്രി. ഏഴാമതായിട്ട് നമ്മൾ പറഞ്ഞത് പ്രൈസിങ് കോമ്പോസിഷൻസ് ആയിരുന്നു, അല്ലെങ്കിൽ പ്രൈസിങ് കോമ്പറ്റീഷൻസ്. പ്രൈസിങ് കോമ്പറ്റീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ സീസണാലിറ്റി ബേസ്ഡ് ആണ്. ഈ പറയുന്ന രീതിയിൽ ടൂറിസത്തിൽ സീസൺ വരുന്ന സമയത്ത്, ഡിമാൻഡ് വരുന്ന സമയത്ത് എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി പ്രൈസ് എന്തായിരിക്കും, ഇൻക്രീസ് ആയിരിക്കും. സീസൺ ഔട്ടാവുന്ന സമയത്ത് എന്തായിരിക്കും, പ്രൈസിൻ്റെ വേരിയേഷൻ എന്തായിരിക്കും, വളരെ ലോ ആയിട്ട് വരും. സോ ഈ ടൂറിസം എന്താണ്, ഒരു ഡിമാൻഡ് ബേസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പീക്ക് സീസണിൽ എന്തായിരിക്കും, ഡിമാൻഡ് ഹൈ ആയിരിക്കും. ഓഫ് സീസണിൽ എന്തായിരിക്കും, ഡിമാൻഡ് ലോ ആയിരിക്കും. ഇതാണ് പ്രൈസിങ് കോമ്പറ്റീഷൻസ് എന്നുള്ള പോയിന്റിൽ പറയുന്നത്. ആൻഡ് വെരി ഫൈനലി നമ്മൾ പറഞ്ഞത് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് എലമെൻറ്റ്സ്. മറ്റുള്ള സർവീസ് ഇൻഡസ്ട്രികളുമായിട്ട്, അവരുടെ സർവീസുമായിട്ടൊക്കെ വളരെ വലിയ രീതിയിലൊരു കണക്ഷൻ വെച്ച് പുലർത്തുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്ത്, ഈ പറയുന്ന ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൻഡസ്ട്രി പറഞ്ഞതിന് ഇൻഡസ്ട്രികൾ പറഞ്ഞെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണ്, സർവീസുകളാണ്. ഒന്നുകിൽ എന്തായിരിക്കാം, ഹോട്ടലിൽ കിട്ടുന്ന സർവീസുകൾ, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സർവീസുകൾ, ട്രാവൽ ഏജൻറ്റിൽ നിന്ന് കിട്ടുന്ന സർവീസുകൾ, എയർലൈൻ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന സർവീസുകൾ, ഇതെല്ലാം തന്നെ എന്താണ്,
ഈ എലമെൻസുകളൊക്കെ കൂടിച്ചേരുമ്പോഴാണ് എന്ത് ചെയ്യും നമുക്കൊരു ടൂറിസം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇങ്ങനെ 8 ക്യാരക്ടറിസ്റ്റിക്സുകളാണ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ ഒരു ക്ലാസ്സോടുകൂടി ഫസ്റ്റ് മൊഡ്യൂള്, സെക്കൻഡ് മൊഡ്യൂള്, ഫോർത്ത് മൊഡ്യൂള് അവസാനിച്ചിട്ടുണ്ട്. ഈ 3 മൊഡ്യൂളുകളുടെയും സെപ്പറേറ്റ് നോട്ടുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഫർദറായിട്ട് ഇനി എന്തെങ്കിലും നോട്ടുകൾ ഉണ്ടെങ്കിൽ അതും തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി ഈ ഒരു ഓപ്പൺ കോഴ്സിലെ 3 മൊഡ്യൂളുകളായിരുന്നു ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് ഫോർത്ത്. എനിക്ക് ഈ 3 മൊഡ്യൂളുകളും മനസ്സിലായി എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഓരോ വീഡിയോകൾക്ക് പുറകിലും അത്രയധികം എഫേർട്ടുകളുണ്ട്. പലപ്പോഴും പല വീഡിയോകളൊക്കെ നമ്മൾ പകുതി വെച്ച് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം പുറത്തുനിന്നുള്ള ആൾക്കാർ കയറി വരും, സംസാരിക്കും. അപ്പോൾ അതൊന്നും അതിൽ പെടരുതെന്ന് വിചാരിച്ച് കഴിവതും നമ്മൾ ഒരുപാട് രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചോദിക്കുക. ചില വാക്കുകളൊക്കെ നാവിൻ്റെ പിഴ കൊണ്ട് എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഒരു മനുഷ്യത്വപരമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങളെടുക്കുക. സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യന്മാർക്കും തെറ്റ് പറ്റുമല്ലോ. സോ ചില സമയത്തൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. വല്ലാത്ത മിസ്റ്റേക്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഓവർകം ചെയ്തിട്ട് പുതിയ വീഡിയോസായിട്ട് തന്നെ ചെയ്യാറുണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ്സോട് കൂടി ഓപ്പൺ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഓപ്പൺ കോഴ്സിലെ ഈ പറയുന്ന എൻ്റെ സെഷൻസ് അവസാനിക്കുകയാണ്. ഇതെൻ്റെ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഓപ്പൺ കോഴ്സിന് വേണ്ടിയിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക, മനസ്സിലാക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വാട്സപ്പ് അയച്ചിടുക. എപ്പോഴാണോ മെസ്സേജ് കാണുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. സോ എല്ലാവരും നന്നായിട്ട് ഓപ്പൺ കോഴ്സ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. നന്നായിട്ട് എന്താ പറയുക, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു സെഗ്മെൻറ്റാണ് എന്ത് ഈ പറയുന്ന ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ, നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി പിന്നീട് എപ്പോഴെങ്കിലും നേരിട്ട് നിങ്ങളെല്ലാവരെയും കാണാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എക്സാം എഴുതുന്ന സമയത്ത് നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെ എഴുതുക. ഓപ്പൺ കോഴ്സാണ്, എന്തെങ്കിലും എഴുതി വയ്ക്കുക എന്നുള്ളൊരു മൈൻഡിൽ ആരും പോകരുത്. നല്ല രീതിയിൽ വാല്യുവേഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഓപ്പൺ കോഴ്സും അല്ലെങ്കിൽ ടൂറിസം ഒക്കെ വരുന്നത്. സോ നല്ല രീതിയിൽ വാല്യുവേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കുകളാണ്. സോ അവർ പെട്ടെന്ന് വാല്യുവേഷൻ തീർക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണ് ഹോട്ടലെന്നും സർവീസസ് എന്നും. സോ ടൂറിസം ടീച്ചേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ കോഴ്സ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉഴപ്പാൻ നിൽക്കരുത്. നല്ല രീതിയിൽ എഫേർട്ട് ഇടുക, നല്ല മാർക്ക് കിട്ടുക. കഴിഞ്ഞ വർഷം നല്ല സ്കോർ കിട്ടിയൊരു പേപ്പറായിരുന്നു ഓപ്പൺ കോഴ്സിലെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഈ പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. സോ ഹോപ്പ്ഫുള്ളി വലിച്ചു നീട്ടുന്നില്ല, കുറച്ചധികമായി സമയം ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വിജയാശംസകളും നേരുന്നു. ഹോപ്പ്ഫുള്ളി എല്ലാവരും എക്സാം നല്ല രീതിയിൽ എഴുതി പാസ്സാകുക. താങ്ക് യു സോ മച്ച്.